ഓടിട്ട ഒരു ആ പഴയ ഒരു മോഡലിലുള്ള ആരിത് ദേവി നേരിട്ട് ഇറങ്ങി വന്നതോ? മുമ്പ് കേട്ടിട്ടൊന്നുമില്ല അല്ലേ? ഹായ് ഒരുത്തനാടുന്നിട്ടാ ഹായ്. അപ്പം നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ അഞ്ചരക്കണ്ടി കുറച്ച് ഉള്ളോട്ടായിട്ട് കൂത്തുപറമ്പ് റോഡിൽ വേങ്ങാട് റോഡിൽ കുറച്ച് ഉള്ളോട്ടായിട്ടുള്ള നമ്മളെ അടുത്ത ബ്രദറായിട്ടുള്ള ഷിജിൽ ബ്രോൻ്റെ വീട്ടിൽ വന്നേ നമ്മളായിട്ട് കുറേ മുമ്പേ നല്ല ബന്ധമാണ്. നമ്മൾ യാത്ര പോകുന്ന സമയത്ത് നമ്മളെ കൂടെ ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല യാത്രകളെല്ലാം ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി. അപ്പോൾ പുള്ളി നമ്മളിന്ന് വീട്ടിലേക്ക് ക്ഷണിച്ചു. കുറേ ആയി വിളിച്ചിട്ടേ വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നൊരു ദിവസം നമ്മൾ അങ്ങനെ നിന്നപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി. അച്ഛയും എല്ലാവരും ഉണ്ട്, ലഗേജുണ്ട്, ഭാവിയുണ്ട്. നിങ്ങളൊന്നും പറയാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് അച്ഛൻ വീട്? ശരിക്കും പറഞ്ഞില്ലേ, നമ്മൾ ഈ വീട്ടിൽ വരുന്നവർ നമ്മളങ്ങനെ വീഡിയോ അങ്ങനെയൊന്നും വിചാരിച്ചു. പക്ഷേ ഈ വീട് കണ്ടപ്പോൾ വീട് എല്ലാവരും ഒന്ന് കാണിക്കണം എന്ന് വെച്ചിട്ട് ഞാനൊരു വീഡിയോ എടുക്കുവാണേ, ഒരു ഹോം ടൂർ എടുക്കാന്ന് വെച്ചിട്ടാണ്. ഇപ്പോൾ കുറച്ച് നാളായി നമ്മൾ ഹോം ടൂർ എടുത്തിട്ട്. എങ്ങനെയുണ്ട് വീട് അച്ഛൻ? വീടാണെന്ന് അതാ നമ്മൾ പറഞ്ഞു, വീടാണെന്ന് നമുക്ക് തോന്നുന്നില്ല. റിസോർട്ട് ഏരിയ പോലെ അതായത് കാണുമ്പോൾ തിരിയും ഓടിട്ട ആ പഴയ ഒരു മോഡലിലുള്ള ആ ഒരു തോന്നലാണ്. ചെടി ഇത് കയറി വരുന്ന ഭാഗമാണ്. ഇങ്ങനെ ഇങ്ങോട്ടേക്കാണ് റോഡ്, നമ്മുടെ മെയിൻ റോഡാട്ടോ. അടുത്ത് ഇങ്ങോട്ടേ റോഡ്, ഇതിലൂടെ ഒന്ന് ഫ്രണ്ട് കയറേണ്ടത് അങ്ങോട്ടേക്ക്. ഇതിൻ്റെ ബാക്ക് സൈഡായിട്ട് വരുവേ, വീടിൻ്റെ സൈഡായിട്ട് വരും. അങ്ങോട്ട് വേണ്ട, ഓടിട്ടിട്ട് ഫുൾ അങ്ങനെ ഓടിട്ടിട്ടേ ഉള്ളത്. ഇവിടെയെല്ലാം ഇപ്പോൾ മരങ്ങളും കാര്യങ്ങളുമായിട്ട് ഇതിൻ്റെ നേരത്താല് ഇത് ഗ്രാമമാണ് ശരിക്കും. നേരത്താല് ഫുൾ വയലും കാര്യങ്ങളിലാണെന്ന് പറഞ്ഞു. ഇപ്പം ഭക്ഷണം കഴിച്ചാൽ നല്ല കായ്ക്കറി. എല്ലാവരും അങ്ങോട്ട് ഇരിഞ്ഞ് നിൽക്കുന്നത്, നിങ്ങൾ അങ്ങോട്ട് ഇരിഞ്ഞ് നിൽക്കുന്നത്. ഓ അത് ആസ്വദിക്കലാ? ആ അങ്ങനെ ഞാൻ വിചാരിച്ച് അല്ല, നേരത്തെ ഇനി താഴത്തെ ഗ്രാമവരെ എങ്ങനെ പറയാം, കായ്ക്കറി നേരത്തെ അമ്മ വെച്ച കായ്ക്കറി തന്നെ. അപ്പോൾ നമ്മളെ തോട്ടിനടുക്കലുള്ളവരാണ് അധികം കായ്ക്കറി അധികമായിട്ട് കിട്ടുക. ഒരു വാഴ ആയാലില്ലേ അതിന്റെ കണ്ട വരെ മുറിച്ച് പണ്ട് നമ്മൾ ഈ വാഴേന്റെ കണ്ട വീട്ടിൽ നിന്ന് കറി വെക്കുന്ന ഒരു വീഡിയോ അച്ചാറിലാക്കും. ശരി, ഭയങ്കരമായിട്ടുള്ളൊരു സംഭവം കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് വാഴത്തോട്ടത്തിൽ എത്തിപ്പോയി. അപ്പോൾ വാഴത്തോട്ടത്തിൻ്റെ വീട്ടിൽ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഈ വീടിനുള്ളിലേക്ക് ഒന്ന് കാണാൻ വേണ്ടി പോകുന്നത്. മേലെല്ലാം കണ്ട ഫുള്ളായിട്ട് മരത്തിൻ്റെ വർക്കാട്ടാ. ഫുൾ ട്രഡീഷണൽ സ്റ്റൈലാണ്. നമുക്ക് ഫ്രണ്ട് വഴി കയറാം. ഇതിലോട്ട് എടുക്കും, ഇങ്ങോട്ട് എടുക്കും. ഇത് ഫ്രണ്ടാണ്, പക്ഷെ സൈഡാണ്. ഇതല്ല ഫ്രണ്ട്, ആ ഭാഗത്തെ ഫ്രണ്ട്. വേഗം നടത്തും, വേഗം ചവിട്ടിയാണ്. നമുക്ക് വീടൊന്ന് ഓടിച്ച് കാണിക്കാൻ തന്നെ ഒരു 10 മിനിറ്റ് എടുക്കും. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെ കേട്ടോ ഫ്രണ്ടിലേക്ക് വരുന്നത്. ഇത് കണ്ട, ഇതിൻ്റെ മേല ഇതൊരു എന്താ പറയുക, ഇത് മണ്ണിൻ്റെ തന്നെയാണ് സാധനം എന്നാണ് പറഞ്ഞത്. മണ്ണാണ് ഇത്, മണ്ണിൻ്റെ തന്നെയാണ്, ഓടിൻ്റെ സാധനമാണ് കേട്ടോ. ഇത് ഓടിൻ്റെ സാധനമാണ് കേട്ടോ. ആ ഇഷ്ടികൻ്റെ ആ ഓടിൻ്റെ സാധനമാണ്. അതിൻ്റെ മുകളിൽ ഹൈഡ്രജൻ ശിൽബോ അറിയാം. നമ്മളെന്തായാലും തെറ്റിക്കുന്നു, അവിടെ നിന്നിട്ടുണ്ട്. ശിൽബോ എന്തെല്ലാം വിശേഷം? അപ്പോൾ ഇതാണ് നമ്മളെ ഷിൽബ്രോ. ഷിൽബ്രോ എന്ന് പറഞ്ഞാൽ യാത്രയാണ്. എന്താ പറഞ്ഞത്, ട്രാവലിംഗ് പറയൂ. യാത്രാനന്ദ എന്ന് പറയുന്നൊരു യാത്രാനന്ദ ട്രാവൽ ഫ്യൂഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. യാത്രകൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത്, യാത്രാ പാക്കേജുകൾ. ഞാനിപ്പോൾ കെനിയൻ മസായ് മാര മൈഗ്രേഷൻ കണ്ടിട്ട് കഴിഞ്ഞ ദിവസമാണ് തിരിച്ചെത്തിയത്. 52 രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ട് പറഞ്ഞു. 56 രാജ്യങ്ങൾ. 56 അമ്മി അതുപോലെ തന്നെ 32 രാജ്യങ്ങളിൽ പോയി. ഭയങ്കര ഇതല്ലേ, സന്തോഷം. അപ്പോൾ ഇതാണ് നമ്മളെ ഷിൽബ്രോൻ്റെ ഫാമിലി. ഷിൽബ്രോ അമ്മ, ഫാദർ, അപ്പുറം പേരിൻ്റെ വൈഫ് കൂടി ഉണ്ട്. ഹായ്. എത്ര രാജ്യങ്ങൾ പോയി? ഞാൻ 8 രാജ്യം. ഷിൽബ്രോ കുറച്ച് കുറവാണ്. പഴയ പോലെ സമയമുണ്ടല്ലോ. എന്താണ് ഇപ്പോൾ ചെയ്യുന്നത്? ഞാനിപ്പോൾ റിസോർട്ട് ബുക്കിംഗ് ആണ്. വർക്ക് ഫ്രം ഹോം ആണ്. ഓക്കെ. അപ്പോൾ ഷിൽബ്രോ മക്കള് 2 ആളാണ്. മൂത്തയാൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നത്, ഷാവേസ്. പിന്നെ രണ്ടാമത്തെ ആൾ പ്രൊമിത്യൂസ്. നമ്മൾ മുമ്പ് ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട്. നമ്മൾ വയനാട് പോയാൽ അവിടെ നിന്ന് ഒരുമിച്ചിട്ടുണ്ടായ സമയത്ത് നമ്മൾ ഒരുമിച്ച് യാത്രകൾ ചെയ്യാറുണ്ട്. നല്ല ബന്ധമാണ്, വീട്ടിലിടക്കിടക്ക് വരുത്താറുണ്ട്. നല്ലൊരു കുറേ നാളായിട്ട് നല്ല ബന്ധമുള്ളതാണ്. അപ്പോൾ എന്തായാലും ഷിൽബ്രോൻ്റെ വീട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ വീട് കണ്ടപ്പോൾ നമ്മളൊന്ന് വീടൊന്ന് എല്ലാവരും കാണിക്കാതിരിച്ചു. കാരണം എന്ന് വെച്ചാൽ ഈ വീടൊരു നമ്മൾ പുറത്തുനിന്ന് പറഞ്ഞു അതൊരു സ്പെഷ്യലാണ് കേട്ടോ. ഒന്നാമത് വെച്ചാൽ മെയിനായിട്ട് വരുമ്പോൾ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം നമ്മൾ വീട് അടുത്ത വീട് ഇങ്ങനെ കണ്ടിട്ടില്ല. ഇങ്ങനെയൊരു ഈ നമ്മൾ ഇടല്ലേ നമ്മുടെ നാട്ടിലങ്ങനെ കണ്ടില്ലല്ലോ. കാര്യം ഞാൻ മാത്രമാണോ കാണാത്തേ? ഞാൻ ഒറ്റപ്പെട്ട പോലെയുണ്ട്. വീടിന്റെ മുൻഭാഗമില്ലേ ഫുള്ളായിട്ട് മാവ് പരിപാടികളാണ്. ഈ മാവ് എൻ്റെ ഗ്രാൻഡ് ഫാദറിന്റെ ഓർമ്മക്കുള്ള ഒരു മാവാണ്. അന്നേരമുള്ള മാവാ? അന്നേരമുള്ള ഗ്രാൻഡ് ഫാദർ പിന്നെ നട്ട മാവാണ് ഇവിടെ ഉള്ളത്.
അതങ്ങനെ നിലനിർത്തിയിട്ടാണ് നിലനിർത്തിയത്. വീട് എടുത്തിരിക്കുന്നത്. ശരിക്കും ആന്ധ്ര എന്നുള്ളൊരു മാവാണത്. ആന്ധ്ര നല്ല. അപ്പം നമ്മളെ നാട്ടിലെ നമ്പ്യാർ പോലത്തെ മാവല്ല ശരിക്കും. നമ്മൾ അങ്ങനെയാന്ന് കരുതിയേട്ടാ. നമുക്ക് കുറേ സ്ഥലത്ത് പോകാൻ എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ ഫാദർ ഇത്രയും സമയം ഇവിടെ ഉണ്ടേനെ. അപ്പോൾ ഇപ്പം പുറത്തേക്ക് പോയല്ലേ. അപ്പം നല്ല ഭക്ഷണമെല്ലാം കഴിച്ച് നമ്മൾ ഇടുന്ന് അടിപൊളിയായിട്ടുള്ള കറി, അമ്മേൻ്റെ കായ്ക്കറി നമ്മളപ്പുറത്ത് പറഞ്ഞു. അതുപോലെ തന്നെ അടിപൊളി പായസം, ചിക്കൻ, മട്ടൻ എല്ലാം ഉണ്ടേനു. എല്ലാം കഴിച്ചു നമ്മൾ. അപ്പോൾ നമ്മൾ വീടൊന്ന് കാണാൻ വേണ്ടി പോകുന്നു. ശില്പ നമുക്ക് എന്നാല് ബ്രോ യാത്രാനന്ദൻ്റെ മാനേജറാണ്. ഇവരെ ടൂറിലും കോർഡിനേറ്റ് ചെയ്യും. ആർക്കെങ്കിലും യാത്രകളും കാര്യങ്ങളും പോകണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അക്ഷയ നമ്പറും കാര്യങ്ങളും കൊടുക്കും. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് യാത്രകൾ എവിടെ വേണ്ടിക്കും വിശ്വസിച്ച് യാത്ര ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ് നമ്മൾ ശില്പൻ്റെ കൂടെയുള്ളത്. വരൂ, എല്ലാവരും വരും. ഫ്രണ്ടിൽ കണ്ട ഇങ്ങനെയുള്ള കേട്ടോ, അങ്ങോട്ടേക്ക് എങ്ങനെയാണ് ഇതാണ് കയറി വരുന്ന അറിയാൻ വരുന്നത്. ചെറിയൊരു തണുപ്പിൻ്റെ ഒരു ഇതുണ്ടേനെ, അതിൻ്റെയാണ്. അപ്പോൾ നമുക്ക് വീട് കാണാം. വീടിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ പറയൂ. പേര് ഏക്താര എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ബംഗാളി ബാവുൽ ഗായകരുടെ മ്യൂസിക് ഇൻസ്ട്രുമെന്റ് ആണ് ഏക്താര. എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കാം. ഇത് നമ്മൾ ഒറ്റക്കമ്പി മാത്രം ഉപയോഗപ്പെടുത്തിയിട്ട് ഉള്ള ഒരു ഇതാണ്. അതാണ് ഞങ്ങൾക്ക് വീടെടുത്തപ്പോൾ ഒരു ഇടാൻ തോന്നിയ ഒരു പേര് ആഗ്രഹമുണ്ട്. അങ്ങനെ തന്നെ ഞങ്ങൾ പേരാക്കി. വീടിൻ്റെ ഇടയ്ക്ക് കയറിയപാടില്ല. ആയിരുന്നു കയറിയപാട് ഇങ്ങോട്ട് പുറത്തേക്ക് ഓപ്പൺ ആണ്. ഈ ഒരു ഏരിയക്ക് കുറേ സമയം ചേച്ചി ഇങ്ങനെ മേലോട്ടൊക്കെ എന്നാണല്ലേ ചേച്ചി. ശരിക്കും പറഞ്ഞാൽ അതൊരു ഇതാണല്ലേ, എല്ലാ ഭാഗത്തേക്കും ഓപ്പൺ ആക്കി ഇട്ടിട്ടുള്ളത്. ഇതിപ്പോ നമ്മൾ വന്ന വഴിയാണേ, ഇങ്ങനെ ചുറ്റിയിട്ട് നമ്മൾ വന്നത്. ഇതിലോട്ട് ഇങ്ങോട്ട് കയറി. അപ്പൊ വീഡിയോ ഓപ്പൺ ആണ്. ശരിക്കും ഇത് നല്ലൊരു ഇത് കേട്ടാ. ഇതേപോലെ തന്നെ ഇത് ശരിക്കും ഈ ഒരു ഞങ്ങളൊരു ഗസ്റ്റ് ഹൗസ് ആണ്, ഗസ്റ്റ് റൂം ആണ്. ഗസ്റ്റ് ഹൗസ് നല്ല ഒരു ഗസ്റ്റ് റൂം ആണ്. നമുക്ക് ആർക്കേരിട്ട് അങ്ങനെ തുടങ്ങാം അല്ലേ. തീർച്ചയായിട്ടും ഞങ്ങള് ഇതിന്റെ കൂടെ ഒരു ഹോം സ്റ്റേ നടത്തുന്നുണ്ട്. ഹോം സ്റ്റേ ഞങ്ങള് കേരള ടൂറിസത്തിന്റെ പ്ലാറ്റിനം കാറ്റഗറിയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഹോം സ്റ്റേ ആണ്. ഇതാണ് ഇവരെ ഗസ്റ്റ് ഹൗസ്. കയറി വരുമ്പോൾ തന്നെ ഇവർ വീട്ടിൽ മുട്ടിരുന്നേരെ മുൻഭാഗത്തന്നെ ഇതുള്ളത്. ഇത് മുകളിലേക്ക് നല്ലൊരു സ്റ്റെയർ വെച്ചിട്ടുണ്ട്. എന്തായാലും വന്ന് നേരത്തെ ഞാൻ കയറണം ഇങ്ങനെ പറഞ്ഞുതരാം. വയ്യ കയറാന്ന് വിചാരിച്ചു. അപ്പം എന്തായാലും ഒന്ന് കയറാം. ആ അച്ഛേ, ഇത് കാണേണ്ട കാഴ്ചയാണേ. ആ മച്ചിലേക്ക് കയറുന്നൊരു ഫീലിംഗ് കേട്ടോ. ഫുള്ളായിട്ട് ലൈറ്റ് ഇല്ല, പക്ഷെ ലൈറ്റിനെ കൊണ്ടുള്ള കളിയാ. ഒരുക്കി വെച്ചിട്ടില്ല സാധാരണ. ഓ നല്ല രസമുണ്ട് കേട്ടോ. എല്ലാം പഴയ ജനലുകള് പിന്നെ കൊണ്ട് തീർത്തതാണ്. നമ്മൾ ആ ഏരിയക്കെല്ലാം വീട്ടിന്റെ അകത്തെല്ലാം പോയി. ഇങ്ങോട്ട് ഇവര് ഇപ്പൊ നമ്മൾ കാണുന്നത്. ആക്ച്വലി ഇത് എൻ്റെ ഒരു ആർക്കിടെക്ട് ഉണ്ട്, എൻ്റെ ഒരു ഫ്രണ്ടാണ് വിവേക് എന്ന് പറഞ്ഞിട്ട്. ദി എർത്ത് എന്ന് പറയുന്ന ഒരു ആർക്കിടെക്ട് ഗ്രൂപ്പാണ് ഇത് ഇങ്ങനെ ഉള്ളൊരു ഡിസൈൻ തന്നത്. ഈ മരമൊക്കെ ഞാൻ തമിഴ്നാട്ടിൽ പോയിട്ട് പഴയ വീട് പൊളിച്ച് കൊടുക്കുമല്ലോ, അവിടെ പോയിട്ട് എടുത്തതാണ്. ഈ തായിലുണ്ട് കാണാനല്ലേ. നമുക്ക് തായിലേക്ക് പോയി കാണാതെ. അതായത് മരൽ ഇവർ കൊണ്ടിരുന്ന വെച്ചാൽ തമിഴ്നാട്ടിൽ നിന്ന് വീട് പൊളിച്ചിട്ട് അങ്ങനെ അത്രയും. അതെ അതെ. പിന്നെ ഈ ഗ്ലാസുകളെല്ലാം പഴയ ബെൽജിയം ഗ്ലാസ് ആണ്. ഈ വിൻഡോസ് എന്ന് പറയുന്നത് ഇതിന്റെ കളർ ഗ്ലാസുകൾ എന്ന് പറയുന്നത് പഴയ നമ്മൾ ബെൽജിയം ഗ്ലാസ് എന്ന് കേട്ടിട്ടുണ്ടാവും. ആ യൂറോപ്പിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പഴയ ഈ ചെട്ടിനാടുള്ള വീടുകളുടെ ഗ്ലാസ് ചില്ലുകളാണ് ഇതൊക്കെ. മേൽക്കൂര എന്താ പറയാ, പള്ളികളല്ലേ പള്ളികൾക്കെല്ലാം കാണുന്ന അതേ ഗ്ലാസ് ആണ്. എത്രയോ വർഷത്തിന്റെ പഴക്കം ഇവിടുത്തെ ഗ്ലാസുകൾക്കുണ്ട്. ഇതങ്ങനെ തന്നെ കൊണ്ടുതന്നെ അല്ലേ. അതുപോലെ തന്നെ ഇതിന്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ ബാർപ്പ് അധികം അങ്ങനെ യൂസ് അല്ല, കോൺക്രീറ്റ് ഇല്ല. അതിന് പകരം ഫുള്ളായിട്ട് ഇത് കണ്ട ഓട്, മുകളിൽ 2 അടി ഓടല്ലേ. ഇതെന്നാ പറയാ ശരിക്കും ഫ്രാൻസിസ് സിനിമയിൽ പറയുന്നില്ലേ, മറ്റേ ഇത് പൊട്ടിച്ചിട്ട് വലിയൊരു വരളി പൊട്ടിച്ചിട്ട്. ഇത് പഴയതാണ്, 100 വർഷം പഴക്കില്ല, പഴയതാണ്. അതിനാ വില അധികം. അതാണ് അത്രയും പഴകിയതാണ് അതിനാ വില. മുറിയിൽ ഇപ്പോ ഏതാണ്ട് ഒരു 8 രാജ്യത്തു നിന്നുള്ള ടൂറിസ്റ്റുകൾ താമസിച്ചിട്ടുണ്ട് ഇവിടെ ഈ മുറിയിലായിട്ട്. പല സ്ഥലത്തും ആ റൂം ഇവര് അങ്ങനെ കൊടുക്കും അല്ലേ. 2 അടി ഓടല്ലെന്ന് പറയുന്നേ. കുരുടീസ് അല്ല, മറ്റേ ബോക്സ് ഇതായിട്ട് വരുന്ന ഇതല്ല. ഇതിന്റെ പലക ടൈപ്പ് കൂടെ. അതെ അതെ, ഇത് 2 ഇതായിട്ട്. നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഗസ്റ്റ് ഹൗസ് കണ്ടത് നമുക്ക് വീട്ടിന്റെ ഉള്ളിലേക്ക് പോവാം. അപ്പോൾ ഒന്നും കൂടി നമുക്ക് ഉള്ളിലേക്ക് പോവാം. വീടിന്റെ വാതിലാണ് പഴയ കൊത്തുപണികളാണ് ഇതെല്ലാം. നമുക്ക് ഇതും തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വാതിലാണ്. ചെട്ടിനാട്, നമ്മുടെ അത്താംകുടി, ഈ തൂണുകള് പഴയ വീടുകൾ പൊളിച്ചു വെക്കുന്ന വീടുകളുടെ
സാധനം. ശരിക്കും ഇനി കുറേ മെനക്കെട്ടിട്ടുണ്ടല്ലേ ഇങ്ങനത്തെ ഇങ്ങനെ എല്ലാവർക്കും ഒരു സാധനം കാണിക്കാൻ പറഞ്ഞത് ഇപ്പഴത്തെ നമ്മൾ കാണിച്ചാ മേലത്തെ ഇല്ല അത് കാണിച്ചില്ല. ആ മേലെ ഭാഗം അങ്ങനെയുണ്ട് കേട്ടോ അല്ലേ, മേലെ കുറേ വർക്ക് അധികം ടോട്ടലി അങ്ങനെ തന്നെ കൊണ്ടുവന്നല്ലേ. അങ്ങനെ കൊണ്ടുവന്നല്ലേ. എല്ലാം അങ്ങനെ കൊണ്ടുവന്നു. വാ നമുക്ക് എന്നാലേ 4 വർഷം കൊണ്ടായ വീടാ. 4 വർഷം എടുത്തട്ടെ ഈ വീടുണ്ടാക്കാന്ന് പറഞ്ഞാൽ. നമ്മളെ പണ്ട് കൊട്ടലാക്കെന്നെല്ലാം പറയുന്ന പോലെ ആ ഒരു ചെറിയ ഇതാണ് ഡോറ്. മണങ്ങിയിട്ട് കയറണം. ഇതാണ് കേട്ടോ, വന്ന് കയറുമ്പോൾ തന്നെ ഇങ്ങനെയുള്ളത്. ഇതെല്ലാം വൃത്തിയാക്കിയത് നമ്മളിനെ കേട്ടോ, പോകുമ്പോൾ വൃത്തിയാക്കണം അത്രേ. അത് കണ്ടേ ഇതണ്ടേ ഒരു സെക്കൻഡ്. ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഥലത്തെത്തി. ഇവിടെ ഇങ്ങനെ പുറത്തെത്തി. ഇവിടെ നിന്ന് എൻട്രി ഉണ്ട് അങ്ങോട്ടേക്ക് ഓപ്പൺ ആയിട്ട്. പക്ഷേ ഇവിടെ ഇരിക്കുമ്പോൾ എങ്ങനെ എന്നാ തോന്നുന്നടാ, ഒരു വീടിനകത്തിരിക്കും അങ്ങനെ. നമ്മൾ പണ്ട് വാൻശാലയിൽ ഇരിക്കൂലേ, നമ്മളൊരു ഭയങ്കര സമാധാനത്തോടെ ആ ഒരു ഫീലാണ് കിട്ടുന്നത്. ഒരു നമ്മൾ പഴയ കണ്ണത്തെ വീട്ടിലെല്ലാം ഇരിക്കുന്ന ആ ഒരു സുഖം. ഇവിടെ ഫുഡിൻ്റെ അങ്ങോട്ടാട്ടോ, അങ്ങോട്ട് നമ്മൾ ബെഡ്റൂം ഇങ്ങനെയാണുള്ളത്. ഓരോ വീട് കാണുമ്പോൾ ഇല്ലേ അത് ഓരോരോ വേറെ വേറെ ആയിരിക്കും. അപ്പോൾ വീടുകൾ ഇങ്ങനെ എടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ വീടുകൾ ഇങ്ങനെ കാണാൻ ഭയങ്കര ആഗ്രഹം നമുക്കും. പിന്നെ അതുകൊണ്ട് തന്നെ അവിടെ പോയാൽ നമ്മൾ വീട് പുതിയ പുതിയ മോഡൽ വീടുകൾ കണ്ടാൽ ശ്രദ്ധിച്ചിട്ട് അതെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഫുൾ ഓപ്പൺ ആയിട്ടുള്ള കേട്ടോ, അങ്ങനെ വലിങ്ങനെ രീതിയിൽ ഓപ്പൺ ആയിട്ടുള്ള എല്ലാ ഭാഗത്തും വെളിയിലുണ്ട്. ഇതാ അവിടെ അങ്ങോട്ടേക്ക് എല്ലാം ഒരുപാടുണ്ടല്ലേ. ആ ഇത് നിങ്ങളെ മാസ്റ്റർ. ഇത് മാസ്റ്റർ ബെഡ്. ഇത് ഡൈനിങ് ആണ്. ഇതുവരെ ഡൈനിങ് കറക്റ്റല്ലല്ലോ ആ ഒരു ടൈപ്പ്. പിന്നെ ഇത് കിച്ചണിലേക്ക് വരുന്നതിൻ്റെ കിച്ചണിലെല്ലാം എടുത്ത് മാറ്റുന്നല്ലേ. കുടിക്കാൻ എന്താ ഉള്ളത്? എന്താ ഉള്ളത് പറ, ഇല്ലാത്ത പറഞ്ഞിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. നല്ല ഒരു ഗ്ലാസ് പച്ചവെള്ളം എടുത്താട്ടോ. ഒരു കിച്ചൺ എല്ലായിടെ പോയാലും കിച്ചണാണ് ആദ്യം ഓടിപ്പോയി നോക്കുക. വലിയ കിച്ചൺ കേട്ടോ. അവിടെ ആടാ വിൻഡോ ഇത് വന്നുകൊണ്ടില്ലേ, നല്ല വെളിച്ചം. ഇവിടെയൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഫുൾ ഓപ്പൺ അല്ലേ ശരിക്കും. കാറ്റ് ഇവിടെയും കൂടി ഇവിടെയാന്ന് ഇവരെ ഇതല്ലേ ഫുഡ് വെക്കുന്ന കാര്യമല്ലോ. ഇത് ഒരുപാടുണ്ടല്ലോ കവി. അവിടെ നിന്ന് ഇങ്ങോട്ടും വന്ന് എല്ലാ കയറി നോക്കി പഠിച്ചോള്. എങ്ങനെയാ ഇവിടെ ഒരു ബെഡ്റൂം, താഴെയുള്ള ബെഡ്റൂമിന് നേരെ മേലെ ഒരു ബെഡ്റൂം. ശരിക്കും എത്ര ബെഡ്റൂം ഉണ്ട് ശരി ബ്രോ? 4 ബെഡ്റൂമാ. ഇത് അതുപോലെ തന്നെ ഒരു അൽമാരായിട്ട് കൊടുത്തിട്ടുണ്ട്. നേരെ അപ്പുറത്തെ വീടുണ്ട് അങ്ങോട്ടേക്ക് വരുവാനി നല്ലുണ്ട് കേട്ടാ. എന്തൊക്കെ ആ റൂം ഇതാ ശരിക്ക് നോക്കറാ. നിങ്ങളെ റൂം ഏത് കറക്റ്റ് പറഞ്ഞ നമ്മൾ ആർക്കിടെക്ട് പറഞ്ഞ ഇങ്ങനെയുള്ള ഇതായിട്ടുള്ള ഓട് തന്നെ എടുക്കാൻ വേണ്ടിട്ടാണ്. ഏത് ഇങ്ങനെ കുറച്ചൊരു ഈ വീടിന്റെ ഒരു ആംബിയൻസിന് ചേരുന്ന അത് ആ കളറാണ്. അതിന്റെ ഭയങ്കര കളർഫുൾ ആയിട്ട് അങ്ങനെ അതല്ല, ഈ ഒരു റസ്റ്റിക് ഫീലില് കിട്ടുക അങ്ങനെ അല്ലേ. ഒരു പഴയ ഒരു ആ രീതിയിലേക്ക് വേണ്ടിട്ട് കേട്ടാ. ശരിക്കും ഇത് മനുഷ്യത്താലെ പോലെ നല്ല ഉണ്ട് കേട്ടോ. ഇത് 4 കെട്ട് എന്നെല്ലാം പറയുന്ന ഒരു ടൈപ്പില്ലേ, 4 കെട്ടതാ മനുഷ്യത്താലല്ലേ. അതുപോലെ തന്നെ ഉണ്ട്. ആ ഒരു ഇടുന്നില്ലൊരു നോക്കല ജനലിന്റെ ഒരു ഇതും. മഴ കട്ടൻ ചായ അല്ലേ. നേരെ ഇത് വെറുതെ ഇങ്ങനെ ഇരിക്കാനുള്ള ഒരു വീട്. എത്ര ഇതായി നമ്മള് 3 വർഷമായി 2 വർഷമായില്ലോ കേട്ടോ. പുതിയ വീടാണ്. 2.5 വർഷമായില്ലോ ഇത്. പക്ഷെ നമ്മള് ഇതൊരു പഴമയിലാണ് ഈ പുതിയ വീട് എടുത്തിട്ടില്ലത്. എല്ലാം ഫുള്ളായിട്ട് ഓപ്പൺ ആയിട്ട് അത് ഈ കൊണ്ടടാ നമ്മൾ ഈ ഹോട്ടലിലെല്ലാം പോയാല് അങ്ങനെ കാണാറുണ്ട്. ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് എങ്ങോട്ട് വരണം. അതാ നമ്മൾ താഴെ നോക്കിയത്, ആടുന്നായിട്ട് നോക്കിയത്. ഇത് ഭംഗി എടുത്തുമ്പോൾ കണ്ട് പഴമ നിലനിർത്തിയിട്ടുള്ള പുതുമയുള്ളൊരു വീട്. അതാണ് ഈ ഒരു വീട്.
നമുക്ക് താഴോട്ട് ഇറങ്ങാം. നമ്മൾ വന്ന പറഞ്ഞാൽ അങ്ങനെ വന്ന കേട്ടോ, ഒരുപാടുണ്ട് സ്ഥലം, ഇങ്ങനെ ഏറെ കുറേ ഉണ്ട്. ഇങ്ങനെ വളഞ്ഞ് ഇവിടെ എത്തുമ്പോൾ റൂംസും കാര്യങ്ങളിലായി, തിരക്കായി. ഇനി താഴോട്ടേക്ക് ആരിത് ദേവി നേരിട്ട് ഇറങ്ങി വന്നതോ? മുമ്പ് കണ്ടിട്ടൊന്നുമില്ല അല്ലേ? എങ്ങനെയുണ്ട് ചേച്ചി വീടെല്ലാം? വീട് ഒന്നും പറയാനില്ല, ആകെ എൻ്റെ കിളി പോയിന്, അത്രയേ ഉള്ളൂ. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു വീട് കണ്ടിട്ടില്ല. ശരിക്കും നമ്മള് വീഡിയോയില് നമുക്കത് ലെങ്ത് പിടിക്കാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാല് പീസ് ഇത് ലെങ്ത്തിലാണ് ഉള്ളത്. നമുക്കിതില്ലേ ഇതിപ്പോ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് തിരിയുന്നില്ല. ഇത് നല്ലതിനുള്ള ഇങ്ങനെ കിടക്കണം, ഇങ്ങനെ അങ്ങോട്ടും ആയതുകൊണ്ട് നല്ല പേരൊക്കെ കൊണ്ടുവന്നു കഴിച്ചു ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട് അമ്മേ ഇതല്ല വിശേഷം? നല്ല വിശേഷം. എത്ര വയസ്സായി? 95. 95 അമ്മമ്മ നല്ലോണം പാട്ടെല്ലാം പാടുന്ന പറഞ്ഞേ. രണ്ടുപേരും പാടാൻ പറ്റുമോ? രണ്ടര പാടാം, കഴിയും ഇപ്പൊ. പാടിക്കോ. എന്നാ പാടുണ്ട്? അമ്മമ്മക്ക് ഇഷ്ടമുള്ള പാടിക്കോ. പച്ചോളിൽ മേത്തെ കുഞ്ഞോവേന് ആരാധത്തോട് അടക്കത്തോട് മോദിയിലെ കയ്യാതെ വായുമ്പോത്തി തുണോടി മറഞ്ഞ് ഏറ്റനോടല്ലേ പറയുന്നത്. പച്ചോളിൽ മേത്തേലങ്ങണ്ട് ഏട്ടാ ഒരുവനൂർ കാവിൽ വകവഴിക്ക് കവുത്ത് വരെ അടുത്ത് പോയി മതിയാകുമ്പം പറഞ്ഞു. നല്ല രസമായിട്ടുണ്ട്. പാട്ട് കേൾക്കാൻ പറ്റിയല്ല അമ്മേനെ എടുക്കുന്നത്. കവുത്ത് വരെ അടുത്ത് അമ്മമ്മന്റെ പാട്ട് കേട്ടിപ്പോ നേരത്തേക്കും പറയുന്നതല്ലേ അമ്മമ്മ പാട്ട് പാടുന്ന എടുത്തിട്ടോ മോനെ പൊന്നു മോനെ മോൻ്റെ അമ്മയാണ്. പാട്ട് പാടാന് പാട്ട് പാടണ പാട്ടും പാടി പൈമ്പേലാക്ക് പയ്യ വീട്ടിന് പോകുമ്പോ അമ്മാൻ ചോദിച്ചും പാട്ട് നടന്നു ബക്ക് നടന്നും ബക്കുല നടന്നും തട്ടിങ്ങറ്റും നൊട്ടിങ്ങറ്റും കുത്തിച്ചേറി പാറ്റി നോക്കുമ്പോ ഇരുന്നാവിൽ പാട്ടുണ്ട്. അമ്മമ്മക്കൊരു പാട്ട് പാടി കൊടുത്തേ, അമ്മമ്മക്കൊരു പാട്ട് പാടി കൊടുത്തേ, പാട്ട് പാടി മോമ്പാൽ പാടി കൊടുത്തേ. മോനാവൂല. എന്നാ അമ്മേ നമ്മൾ ഇറങ്ങാം കേട്ടാ, പിന്നെ വരാം കേട്ടാ. പിന്നെ വന്നു ആയിക്കോട്ടെ പിന്നെ സൗകര്യം പോലെ ആയിക്കോട്ടെ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവില്ല. ഓ വീണ്ടും വരാം. അങ്ങനെ നമ്മളെ ശ്രീദേവി അമ്മേനൊക്കെ ഉണ്ട്, നമ്മള് ഇറങ്ങുമെന്ന്. ഇളയമ്മ. അങ്ങനെ ശിവന്റെ വീട്ടിൽ നിന്ന് നേരെ ഇപ്പുറം വന്ന് അമ്മമ്മയെല്ലാം കണ്ട് നല്ല പാട്ടെല്ലാം കേട്ട് മാവി ഇങ്ങനെ നോക്കുവാ കേട്ടാ. മുത്തശ്ശിന്റെ പാട്ട് കേട്ടില്ല നീ? മുത്തശ്ശിന്റെ ആ എല്ലായിടത്തും പോയാലും നമ്മളെ കുടുംബത്തിലുള്ള പോലെ ആളുണ്ടാവും, അതുകൊണ്ട് ഭയങ്കര സന്തോഷം. ഏടി അങ്ങനെ അമ്മ വന്നിട്ടില്ല. അമ്മ അത് ശരി, അമ്മമ്മേനായിട്ട് വിഷം പാട്ടിന് ഇരുന്ന് പോയോ അമ്മേനെ കണ്ടതില്. അപ്പൊ നമ്മളങ്ങനെ ഇറങ്ങട്ടെ എന്നാലും. എപ്പോൾ നമ്മൾ കാണില്ല, പക്ഷെ ഇന്ന് ആദ്യമായിട്ടാണ് ഒരു ഓർമ്മ ഒതുക്കാൻ വേണ്ടി ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ വീടിൻ്റെ എല്ലാം അങ്ങനെ കണ്ടു, നമ്മൾ ഫുഡെല്ലാം കഴിച്ചിറങ്ങി. എന്നാൽ പിന്നെ ഇനി നമ്മളെ വീട്ടിലേക്ക് അടുത്ത ദിവസം. ഡോക്ടറോടെ ഇത് സംഗീത ഡോക്ടർ. ഓ ഡോക്ടർ നിങ്ങളുടെയൊക്കെ ഫാനാണ്. ഏത് ഹോസ്പിറ്റലാ? പെർലശ്ശേരി AKG ഹോസ്പിറ്റൽ. പെർലശ്ശേരി AKG ഹോസ്പിറ്റലാ. ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ കാണാൻ പറ്റും. അതെ, എങ്ങനെയാണ് അതിൻ്റെ ഇത്. ഫോട്ടോ എടുത്തു. അപ്പൊ നമ്മള് ഇവിടുന്ന് ഇറങ്ങലായി. ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ഇറങ്ങാം. അല്ല അങ്ങനല്ല, നമ്മള് വീട്ടിൽ പോയി കാണുമ്പോ അപ്പൊ ഒരു വീട്ടിൽ പോയ പോലെ ഒരു ഫീലാണ്.
നേരെ വീട്ടിലേക്ക് പോവാം. ഇപ്പൊ ഋത്തിക്കല്ല ഋഷിക്ക പോത്തില്ല കേട്ടാ. അപ്പൊ പൊത്താൻ പഠിച്ച് ക്യാമറ പൊത്തറ